PC Max ഇന്ന് നമ്മൾ ക്ലാസ് 8ലെ ചാപ്റ്റർ 2 ആയ ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഓൾജിബ്രായിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? 7th ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചാണ്, 6ലും 7ലും ഒക്കെ പഠിച്ചതാണ് ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് എന്താണെന്ന്. നമുക്കറിയാം വേരിയബിൾസ് ഉണ്ടായിരിക്കും, നമ്പേഴ്സ് ഉണ്ടായിരിക്കും, ഇവയുടെ ഒക്കെ കോമ്പിനേഷനെയാണ് നമ്മൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് അല്ലേ? ഇതിനകത്ത് അഡീഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, സബ്ട്രാക്ഷൻ യൂസ് ചെയ്യാറുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ നമ്മളുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും നമ്മൾ അതിൽ ഉപയോഗിക്കാറുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ. നമ്മൾ ഓൾജിബ്രായിക് എക്സ്പ്രഷനകത്ത് മോർ ദാൻ വൺ വേരിയബിൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ഒന്നിൽ കൂടുതൽ വേരിയബിളിനെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. 2xy 3x² + 5y ഇതെല്ലാം എന്ത് തന്നെയാണ്? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നെയാണ്. ഇതിൽ എന്തൊക്കെയുണ്ട്? നമ്പേഴ്സ് ഉണ്ട്, വേരിയബിൾസ് ഉണ്ട്, പ്ലസ് സൈൻ ഉണ്ട് അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഒക്കെ ഉണ്ട്, ഓപ്പറേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ 2 വേരിയബിൾ വരുന്നുണ്ട്, പിന്നെ ഒരു വേരിയബിൾ എഴുതാൻ നമുക്ക് 5x അല്ലേ? ഇതെല്ലാം ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് ആണ്. എന്നാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ. അതായത് ഇക്വേഷൻ ആയിരിക്കണം, ഒരു വേരിയബിളെ ഉണ്ടാകാൻ പാടുള്ളൂ, ലീനിയർ ആയിരിക്കണം. ഈ 3 കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്ത ചാപ്റ്റർ ആണ് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. നോക്കാം എന്താണെന്ന്. ആദ്യം നമുക്കറിയാം ഇക്വേഷൻ എന്താണ് അല്ലേ? നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ പഠിക്കുന്നതാണ്. ഇക്വേഷൻ മീൻസ് ഈക്വൽ ടു സൈൻ. അതായത് ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ടായിരിക്കണം, അതിനൊരു റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടായിരിക്കണം. ഈക്വൽ ടു സൈൻ ഉണ്ടായിരിക്കണം, അതിനൊരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തത് വൺ വേരിയബിൾ. ഓൺലി വൺ വേരിയബിൾ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. 2 വേരിയബിളും 3 വേരിയബിളും ഒക്കെ ഉണ്ട് നമുക്ക്, പക്ഷേ ഈ വർഷം നമുക്ക് 1 വേരിയബിൾ ആണ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഇയറിൽ 2 വേരിയബിളിന്റെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഒരു വേരിയബിൾ മാത്രമേ ആ ഇക്വേഷനിൽ കാണാൻ പാടുള്ളൂ. മൂന്നാമത്തെ കണ്ടീഷൻ ലീനിയർ ആയിരിക്കണം. നമ്മൾ ലീനിയർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ലീനിയറിന്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? ലീനിയർ ഗ്രാഫും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒക്കെ അറിയാം നമുക്ക് ഇക്വേഷൻ എന്താണെന്ന് അല്ലേ? അപ്പൊ നോക്കുക, ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഇങ്ങോട്ട് നോക്കുക. 2x + 5 = 7. ഇതൊരു ഇക്വേഷൻ ആണ്. എന്തുകൊണ്ടാണ്? ഒരു ഈക്വൽ ടു സൈൻ ഉണ്ട്, അതിനൊരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്, അതിനൊരു റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് പറയാം? ഇതൊരു ഇക്വേഷൻ ആണെന്ന് പറയാം. ദെൻ ഓൺലി വൺ വേരിയബിൾ. നോക്കുക, ഇവിടെ x എന്ന് പറയുന്ന വേരിയബിൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് വൺ വേരിയബിൾ ആണെന്ന് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് ലീനിയർ ആയിരിക്കണം. എന്താണ് ലീനിയർ? എന്താണ് ലീനിയർ? നോക്കുക, ഇവിടെ നമ്മൾ ഒരു 3x² + 5y എഴുതിയിട്ടുണ്ട്. ലീനിയർ മീൻസ് എക്സിന്റെ പവർ അല്ലെങ്കിൽ ഡിഗ്രി 1 ആയിട്ടുള്ള, എന്താണ് ഡിഗ്രി 1 ആയിട്ടുള്ള ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ലീനിയർ ഇക്വേഷൻ. ഡിഗ്രി എന്ന് വെച്ചാൽ ഹൈസ്റ്റ് പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കുക, ഇവിടുത്തെ വേരിയബിളിന്റെ പവർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവിടെ നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എക്സിന്റെ പവർ 1 ആണ്. ഇവിടെ നോക്കുക, എക്സിന്റെ പവർ 2 ആണ്, ഡിഗ്രി 2 ആണ് അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ വേരിയബിളിന്റെ പവർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇപ്പൊ നമുക്ക് 3x³ + 5 ഇത് എഴുതാൻ പറ്റത്തില്ല. ഇത് നോട്ട് എ ലീനിയർ ഇക്വേഷൻ അല്ലേ? കാരണം എക്സിന്റെ പവർ എന്താണ് ഇവിടെ വന്നേക്കുന്നത്, അല്ലെങ്കിൽ ഡിഗ്രി എന്തായിരുന്നു വന്നേക്കുന്നത്? 3 ആണ് വന്നേക്കുന്നത്. പവർ 1 ആയിട്ടുള്ള ഇക്വേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഈക്വൽ ടു സൈൻ ഉണ്ടായിരിക്കണം, ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഒരു റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ടായിരിക്കണം. പിന്നെ ഓൺലി വൺ വേരിയബിൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ വേരിയബിളിന്റെ പവർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. മനസ്സിലായല്ലോ? അങ്ങനാണെങ്കിൽ ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. അതായത് ഒരു വേരിയബിൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇക്വേഷൻ ആണ്, ഡിഗ്രി 1ഉമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? ഇക്വേഷനെ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. മനസ്സിലായല്ലോ? 3x⁵ + 7y
ഇറ്റ് ഈസ് നോട്ട് എ ലീനിയർ ഇക്വേഷൻ. കാരണം ഇവിടെ രണ്ട് വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്, രണ്ട് വേരിയബിൾ യൂസ് ചെയ്തു. അതുപോലെ തന്നെ പവർ 5 ആണ് വന്നിരിക്കുന്നത് അല്ലേ. നമുക്കത് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ രണ്ട് വേരിയബിൾ വന്നു, നമുക്ക് 1 വേരിയബിൾ ആണ് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഹൈസ്റ്റ് പവർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇതിന്റെ ഡിഗ്രി 5 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതൊരു ലീനിയർ ഇക്വേഷൻ അല്ല. മനസ്സിലായല്ലോ? ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞ ലീനിയർ ഇക്വേഷൻ വേറൊരു എക്സാമ്പിൾ എന്ത് പറയാൻ പറ്റും? എന്ത് പറയാം? 5y is a linear equation അല്ലേ. 5y is equal to 8. ഈക്വൽ ടു സൈൻ ഉണ്ട്. വേരിയബിൾ y മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. പവർ 1 ആണ്. സോ 5y is equal to 8 is a linear equation in one variable. 5 plus 7y is equal to 14. ഉണ്ടോ? 5 plus 7y, y യുടെ പവർ 1 ആണ്. ഈക്വൽ ടു സൈൻ ഉണ്ട്. മനസ്സിലായല്ലോ? ഒരു വേരിയബിൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതും ഒരു ലീനിയർ ഇക്വേഷൻ ആണെന്ന് പറയാം. മനസ്സിലായല്ലോ? അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ലീനിയർ ഇക്വേഷനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. എന്താണ് ഈ ലീനിയർ ഇക്വേഷനെ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അത് ഞാൻ ആദ്യം ചെയ്യുന്നത് എക്സസൈസ് 2.1-ൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊന്നും നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. Solve the following equation. Solve the following equation. താഴെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻസ് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. x minus 2 is equal to 7. x minus 2 is equal to 7. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ആ മെത്തേഡിൽ നമുക്ക് ഇപ്രാവശ്യം ചെയ്യേണ്ട, നമുക്ക് ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കാം. x minus 2 is equal to 7 സോൾവ് ചെയ്യുക എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഇക്വേഷനകത്തുള്ള വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് സോൾവ് ദി ഫോളോയിങ് ഇക്വേഷൻ. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഏത് വേരിയബിൾ ആണോ യൂസ് ചെയ്തേക്കുന്നത് ആ വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനാണ് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണ്, ഇക്വേഷൻ ആണല്ലേ. അപ്പൊ നോക്കുക, x minus 2 is equal to 7. ഇതിലെ വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? x ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x is equal to ഒരു പർട്ടിക്കുലർ വില അതിനുണ്ടായിരിക്കും. ആ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് വേരിയബിളിനെ ലെഫ്റ്റ് സൈഡിൽ നിർത്തുന്നു, നമ്പേഴ്സിനെ എല്ലാം റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിക്കുന്നു. എന്ത് ചെയ്യുന്നു? വേരിയബിളിനെ നമ്മൾ വേരിയബിൾ എവിടെയാണ് നിൽക്കുന്നത് ആ സൈഡിൽ തന്നെ നിർത്തുന്നു. എന്നിട്ട് വേരിയബിളിന്റെ കൂടെ കിടക്കുന്ന ബാക്കി എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ആദ്യം നിങ്ങൾ ഓർക്കണം, ഒരു സൈഡിൽ നിന്നും അനദർ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താണ്, ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് നമ്പേഴ്സിനെ അല്ലെങ്കിൽ വേരിയബിൾസിനെ മൂവ് ചെയ്യിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർക്കണം. പോസിറ്റീവ് നമ്പേഴ്സ് ആണ് അനദർ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് മൈനസ് ആയിട്ട് മാറും. മൈനസ് നമ്പർ ആണ് അപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ട് മാറും. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഡിവിഷൻ ആയിട്ട് മാറും. ഡിവിഷൻ ആണെങ്കിൽ എന്തായിട്ട് മാറും? ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടല്ലോ? പോസിറ്റീവ് നമ്പർ ആണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നെങ്കിൽ അത് മൈനസ് ആയിട്ട് മാറും. മൈനസ് നമ്പർ ആണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നെങ്കിൽ അത് പോസിറ്റീവ് ആകും. മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ ആണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നതെങ്കിൽ അത് ഡിവിഷൻ ആയിട്ട് മാറും. ഡിവിഷൻ ആണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നതെങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. ഇത് മനസ്സിലാക്കി വെക്കുക. ഇനി ഇങ്ങോട്ട് നോക്കാം. x minus 2 is equal to 7. നമുക്ക് എക്സിന്റെ കൂടെ കിടക്കുന്ന എല്ലാ നമ്പേഴ്സിനും എവിടേക്ക് മൂവ് ചെയ്യിക്കണം? റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിക്കണം. നോക്കാം. x is equal to, എക്സിനെ അവിടെ നിർത്തുക. x is equal to -2 ആണ് റൈറ്റ് സൈഡിലേക്ക് പോകേണ്ടത്. നമ്മൾ എഴുതി മൈനസ് ആണെങ്കിൽ അത് എന്തായിട്ട് മാറും? ഓപ്പോസിറ്റ് ചെല്ലുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. ആദ്യം ഈ മൈനസിനെ മൂവ് ചെയ്യിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്ന നമ്പറിനെ അതേപോലെ എഴുതുക 7.
ഇനിയും ഈ -2 എങ്ങോട്ട് മൂവ് ചെയ്യിക്കണം? ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിക്കാം. -2 എന്തായിട്ട് മാറും? +2 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു 9. കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ വില 9 എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? എക്സിന്റെ വില 9 ആണോ? 9 എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്ത ആൻസർ ശരിയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എക്സിന്റെ വില ഈ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ്? എക്സിന്റെ വില ഈ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. RHS ആണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണെന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ആദ്യം നമ്മൾ LHS എടുത്ത് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. LHS എന്താണ്? ഇവിടുത്തെ x-2 ആണ് LHS. ആ LHSലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സിന് നമ്മൾ കണ്ടുപിടിച്ചാൽ 9 ഇട്ട് കൊടുക്കുന്നു. 9 -2 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? 7 കിട്ടി. 7 എന്ന് പറയുന്നത് നമ്മൾ RHS അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം? LHS ഈസ് ഈക്വൽ ടു RHS എന്ന് കിട്ടി. അതിന്റെ അർത്ഥം നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ച സൊല്യൂഷൻ കറക്റ്റ് ആണ്. നമുക്ക് മിസ്റ്റേക്സ് ഒന്നും പറ്റിയിട്ടില്ല. നമ്മൾ കണ്ടുപിടിച്ച ആൻസർ ശരിയാണെന്നാണ്. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, y+3 ഈസ് ഈക്വൽ ടു 10. y+3 ഈസ് ഈക്വൽ ടു 10. നോക്കിക്കേ, സെക്കൻഡ് ഇക്വേഷൻ. ഇവിടുത്തെ വേരിയബിൾ y ആണല്ലേ? ഒരു ലീനിയർ ഇക്വേഷൻ ആണെന്ന് അറിയാം. ഡിഗ്രി 1 ആണ്. നോക്കുക, നമുക്ക് y-യുടെ വാല്യൂ ആണ് വേണ്ടത്. y-യെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നിർത്തുക. y ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ എഴുതുക 10. ഇനി +3 ആണ് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം പ്ലസ് നമ്പർ ഓപ്പോസിറ്റ് സൈഡിൽ പോകുമ്പോൾ എന്തായിട്ട് മാറും? നെഗറ്റീവ് നമ്പർ ആയിട്ട് മാറും. അതുകൊണ്ട് ഇവിടെ എന്തായിട്ട് മാറി? -3 ആയിട്ട് മാറി. ദാറ്റ് ഈസ് ഈക്വൽ ടു 7. കാണുന്നുണ്ടല്ലോ? 10ൽ നിന്നും 3 പോയാൽ എന്താണ്? 7. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? LHS എടുത്ത് ചെക്ക് ചെയ്യാം. LHS എടുത്ത് ചെക്ക് ചെയ്യാം. നോക്കിക്കോ, y-ക്ക് പകരം നമുക്ക് LHS ഇവിടെ y+3 ആണ്. y+3ക്ക് പകരം y-ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 7+3 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 10. 10 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിലെ RHS ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? LHS ഈസ് ഈക്വൽ ടു RHS എന്ന് കിട്ടി ഇല്ലേ? LHS ഈസ് ഈക്വൽ ടു RHS എന്ന് കിട്ടി. അതുകൊണ്ട് നമ്മൾ ചെയ്ത ആൻസർ y-യുടെ സൊല്യൂഷൻ കറക്റ്റ് ആണ്. മനസ്സിലായല്ലോ? അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. 6 ഈസ് ഈക്വൽ ടു z+2. എന്താണ്? 6 ഈസ് ഈക്വൽ ടു z+2 എന്താണെന്ന് നോക്കാം. ഇവിടെ റൈറ്റ് സൈഡിലാണ് വേരിയബിൾ കിടക്കുന്നത് അല്ലേ? ഇവിടെ റൈറ്റ് സൈഡിലാണ് വേരിയബിൾ കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വേരിയബിളിനെ അവിടെ നിർത്തുക. വേരിയബിളിന്റെ കൂടെ കിടക്കുന്ന നമ്പറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിക്കാം. അപ്പൊ നമുക്കറിയാം ലെഫ്റ്റ് സൈഡിൽ 6 ആണ് കിടക്കുന്നത്. അതിന്റെ കൂടെ റൈറ്റ് സൈഡിലെ +2നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. +2 മാറി എന്തായിട്ട് മാറും? -2 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലെ z. നമുക്കറിയാം 6 - 2 എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. സോ z എന്ന് പറയുന്നത് 4 എന്ന് കിട്ടി. നമുക്ക് എന്ത് കിട്ടി ആൻസർ? z ഈസ് ഈക്വൽ ടു 4. കണ്ടല്ലോ? നോക്കാം, വേണമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. RHS ആണ് ഇവിടെ വേരിയബിൾ കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ RHS എടുത്താണ് ചെക്ക് ചെയ്യുന്നത്. നോക്കുക, z+4 ആണ് RHS കിടക്കുന്നത്. z+2 z-ന് പകരം 4 കൊടുക്കുന്നു. 4+2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 6. 6 എന്ന് പറയുന്നത് എന്താണ്? ഈ ക്വസ്റ്റ്യനിലെ LHS ആണ്. നമുക്ക് എന്ത് എഴുതാം? RHS ഈസ് ഈക്വൽ ടു LHS എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്ക് ചെക്ക് ചെയ്തപ്പോൾ LHS-ഉം RHS-ഉം ഈക്വൽ ആയിട്ട് കിട്ടി. അതിന്റെ അർത്ഥം നമ്മൾ സോൾവ് ചെയ്ത z-ന്റെ വില ശരിയാണെന്നാണ്. മനസ്സിലായല്ലോ അത്? അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. 3/7 + x ഈസ് ഈക്വൽ ടു 17/7. നോക്കാം, രണ്ട് ഫ്രാക്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് വേണ്ടത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്രാക്ഷൻ ആണെന്ന് ഓർത്തൊന്നും പേടിക്കേണ്ട. വേരിയബിളിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ നിർത്താം.
റൈറ്റ് സൈഡിലേക്ക് 3/7 മൂവ് ചെയ്യിക്കാം. ആദ്യം റൈറ്റ് സൈഡിൽ കിടക്കുന്ന 17/7 അതേപോലെ എഴുതുക. ഇനിയും ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന +3/7 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ അത് എന്തായിട്ട് മാറും? -3/7 ആയിട്ട് മാറും അല്ലേ? സോ നോക്കുക, രണ്ട് ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്, ലൈക്ക് ഫ്രാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, ഡിനോമിനേറ്ററിനെ അതേപോലെ എഴുതുക. 17 - 3 = നമുക്ക് എന്ത് എഴുതാം? 14/7 എന്ന് എഴുതാം. 17 ൽ നിന്ന് 3 പോയാൽ 14. 14/7 നമുക്കറിയാം 14നെ 7 കൊണ്ട് ക്യാൻസൽ ആക്കാം. 7ന്റെ മൾട്ടിപ്പിൾ ആണ്. 7 2s are 14. സോ ആൻസർ ഈസ് നമുക്ക് എന്തെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. എക്സിന്റെ വില എന്ത് കിട്ടി? 2. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? LHS എടുക്കുക. LHS എന്താണ് ഇവിടെ കൊടുത്തേക്കുന്നത് നോക്കിക്കേ. 3/7 പ്ലസ് എക്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/7 പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 2 ആണ് അല്ലേ? നമുക്ക് എന്ത് കിട്ടി? 3/7 പ്ലസ് 2 അല്ലേ? നോക്കുക, ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 3/7 ആയിരുന്നു. ഇവിടുത്തെ ഡിനോമിനേറ്റർ 7 ആണ്. അതുകൊണ്ട് ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ വെച്ച് നമുക്ക് ക്യാൻസൽ ആക്കേണ്ട കാര്യമില്ലായിരുന്നു, ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ? എങ്കിൽ വേണ്ട, ഇപ്പൊ നമ്മൾ ഡിനോമിനേറ്റർ ക്യാൻസൽ ആക്കി, സാരമില്ല. നോക്കുക, ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 2/1 ആണ്. ഇതിന്റെ ഡിനോമിനേറ്ററിന്റെ കൂടെ എന്താക്കുക? 7 ആക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഡിനോമിനേറ്റർ സെയിം ആക്കാനും ലൈക്ക് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാനും ലൈക്ക് ഫ്രാക്ഷൻ ആക്കാനും. അതേപോലെ ആദ്യത്തെ ഫ്രാക്ഷനെ അതേപോലെ എഴുതുക. പ്ലസ് 2/1നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഡിനോമിനേറ്റർ 7 ആക്കാൻ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/7 പ്ലസ് 14/7 എന്ന് കിട്ടും. ന്യൂമറേറ്റേഴ്സ് സെയിം ഡിഫറെന്റ് ആണ്, ഡിനോമിനേറ്റർ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 17/7 എന്ന് കിട്ടും. ഇതെന്ന് പറയുന്നത് നമ്മൾ RHS അല്ലയോ? നമുക്ക് കിട്ടിയ തന്നിരിക്കുന്ന RHS ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? LHS = RHS എന്ന് എഴുതാം. നമ്മൾ കണ്ടുപിടിച്ച ആൻസർ എന്താണ്? ശരിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? നമുക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ എന്നറിയാൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാമത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 5th ക്വസ്റ്റ്യൻ ആണ്. 6x = 12. നോക്കുക, 6x = 12. നമുക്ക് വേണ്ടത് x ആണ് അല്ലേ? ഇവിടെ എക്സിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുകയാണ്. നോക്കുക, മൾട്ടിപ്ലിക്കേഷൻ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിക്കേണ്ടത് ഏതാണ്? 6 എന്ന് പറയുന്ന നമ്പറിനെയാണ് മൂവ് ചെയ്യിക്കേണ്ടത്. കാരണം നമുക്ക് വേരിയബിൾ വേണം, നമുക്ക് എക്സിന്റെ വിലയാണ് വേണ്ടത്. അതുകൊണ്ട് എക്സിന് ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്നത് ഏതാണ്? 6 ആണ്. 6 എക്സിനെ മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണ്. അത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. സോ റൈറ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ എഴുതുക, /6 അല്ലേ? നമുക്കറിയാം 12/6 എന്താണ്? 6 2s are 12. സോ എക്സിന്റെ വില എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ശരിയാണോ എന്ന്. LHS എടുക്കുക. എന്താണ് LHS? 6x എന്നാണ്. 6 × 2 ആണ്. എക്സിന്റെ വില 2 ആണ്. 6 × 2 12. കണ്ടോ? 12 എന്ന് പറയുന്നത് എന്താണ്? RHS ആണ്. നമുക്ക് എന്ത് കിട്ടി? LHS = RHS എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇതാണ് 5th ക്വസ്റ്റ്യൻ. അടുത്ത 6th ക്വസ്റ്റ്യൻ നോക്കിക്കേ. t/5 = 10. t/5 = 10. നോക്കുക, നമുക്ക് വേരിയബിൾ t ആണ് വേണ്ടത്. ടിയുടെ വാല്യൂ ആണ് വേണ്ടത്. ടിയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കുകയാണ് അല്ലേ? 5 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കുകയാണ്. ഈ 5നെയാണ് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യേണ്ടത്. നോക്കുക, ഡിവിഷൻ റൈറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് t = എന്തെന്ന് എഴുതാം? ഇത് റൈറ്റ് സൈഡിലേക്ക് പോകും. എന്തായിട്ട് മാറും? അത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറി. ദാറ്റ് ഈസ് ഈക്വൽ ടു 50. ടിയുടെ വില എന്ത് കിട്ടി? 50. ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്താൽ എന്തായിരിക്കും കിട്ടുന്നത്? നോക്കിക്കേ, t/5 LHS എന്ന് പറയുന്നത് എന്താണ്? t/5 ആണ്. ടിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? 50 എന്ന് കൊടുക്കുന്നു. /5. നമുക്കറിയാം 50 / 5 എന്ന് വെച്ചാൽ എന്താണ്?
10 ആണ്, RHS എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? LHS is equal to RHS എന്ന് കിട്ടി. അതിന്റെ അർത്ഥം നമ്മൾ കണ്ടുപിടിച്ച ടിയുടെ വില കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2x/3 is equal to 18. നോക്കുക, 2x/3 is equal to 18. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ടുണ്ട്, ഡിവിഷൻ നടന്നിട്ടുണ്ട് അല്ലേ? രണ്ട് സംഭവങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 2xനെ ഒന്നിച്ച് ലെഫ്റ്റ് സൈഡിൽ നിർത്തുക. എന്ത് ചെയ്യുക? 2xനെ ഒന്നിച്ച് ലെഫ്റ്റ് സൈഡിൽ നിർത്തുക. ഡിവൈഡ് ചെയ്ത 3യെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിക്കുക. നോക്കാം, 2xനെ ലെഫ്റ്റ് സൈഡിൽ നിർത്തുക, റൈറ്റ് സൈഡിലെ നമ്പർ അതുപോലെ എഴുതി. ഡിവൈഡ് ചെയ്ത നമ്പർ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എന്തായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. 18 into 3 ആയിട്ട് മാറും. നോക്കുക, 18 into 3. ഇനിയും നമ്മൾ ചെയ്യേണ്ടത് എക്സിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത 2വിനെ കൂടെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുക. നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. 18 into 3 divided by 2 എന്ന് എഴുതാം. ഞാനിവിടെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, അതുകൊണ്ടാണ് പ്രോഡക്റ്റ് എടുക്കാഞ്ഞത്. മനസ്സിലായല്ലോ? സോ 18 into 3 divided by 2. സോ നമുക്കറിയാം 2ന്റെ മൾട്ടിപ്പിൾ ആണ് 18. 9 2s are 18 ആണ്. സോ 9 into 3 is equal to 27 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. LHS എടുത്ത് ചെക്ക് ചെയ്യാം. എന്താണ് LHS? 2x/3 എന്നാണ്. That is equal to 2 into xന് പകരം 27 divided by 3. നമുക്കറിയാം 3 9s are 27 ആണെന്നറിയാം. 9 into 2 എന്താണ്? 18. 18 എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിലെ RHS അല്ലേ? സോ RHS എന്തെഴുതാം? LHS is equal to RHS എന്ന് എഴുതാം. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1.6 is equal to y divided by 1.5. നോക്കാം, നമുക്ക് y ആണ് വേണ്ടത്. yയെ 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ആ ഡിവൈഡ് ചെയ്ത നമ്പറിനെ എവിടേക്ക് മൂവ് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. കാരണം y റൈറ്റ് സൈഡിൽ കിടക്കുന്നതുകൊണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് yയെ റൈറ്റ് സൈഡിൽ തന്നെ നിർത്താം. എന്ത് വരും? y is equal to 1.5 എവിടേക്ക് കൊണ്ടുവരണം? ഡിവൈഡ് ചെയ്തത് എന്തായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. 1.6 into 1.5 is equal to എന്തെന്ന് കിട്ടി? y എന്ന് കിട്ടി. അപ്പോൾ yയുടെ വില എന്താണ്? 1.6 into 1.5 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇനി 1.5ഉം 1.6ഉം മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് 16ഉം 15ഉം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്ത് കിട്ടുമെന്ന് നോക്കുക അല്ലേ? 240 എന്ന് കിട്ടും. നമുക്കറിയാം ഇവിടെ ഡെസിമൽ പ്ലേസ് 2 ആണുള്ളത്. റൈറ്റ് സൈഡിൽ നിന്ന് 2 പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറ്റി പോയിന്റ് കൊടുക്കുക. സോ ആൻസർ ഈസ് 2.4. മനസ്സിലായല്ലോ? സീറോയ്ക്ക് ഡെസിമലിന് ശേഷമുള്ള സീറോയ്ക്ക് വാല്യൂ ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്തെഴുതി? 2.4 എന്ന് എഴുതി. മനസ്സിലായല്ലോ? നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. 2.4 ഇവിടെ ഇട്ട് കൊടുക്കുക. മനസ്സിലായല്ലോ?